സർ, നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മഞ്ജുഷ ഭാര്യ നൽകിയ ഈ ഹർജിയിൽ വാദം കേട്ട് തുടങ്ങിയിരിക്കുകയാണ്. വിശദമായ വാദം അടുത്ത മാസം ആദ്യ വാരത്തോടു കൂടി കേൾക്കും. ഇന്ന് ഈ കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിജു കുര്യൻ അദ്ദേഹം നടത്തിയ ഒരു 2-3 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. സത്യത്തിൽ നമുക്ക് ഈ കോടതിയുടെ വിശ്വാസം ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മൾ കോടതിയിലേക്ക് പോകുന്ന അവസാന വിശ്വാസമാണ് കോടതി എന്ന് പറയുന്നത്. ഈ കോടതിയിലെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ മഞ്ജുഷയ്ക്കെതിരെ അല്ലെങ്കിൽ നവീൻ ബാബുവിനെതിരെയാണ് എന്ന് എവിടെയെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു സംശയം തോന്നിയേക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ചോദ്യം കൃത്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാവുകയല്ലേ? അല്ല, കോടതി ചോദ്യങ്ങൾ ചോദിക്കണം. അത് സാധാരണ ജനങ്ങൾക്കുള്ള സംശയം കോടതിയിൽ കൂടി നിവാരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോടതി ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണോ എന്ന്, നിങ്ങൾ ആത്മഹത്യയാണെന്നല്ലോ പോലീസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ആത്മഹത്യ അല്ല എന്നത് അങ്ങനെ ചിന്തിക്കാൻ കാരണം കോടതി ചോദിക്കും. പിന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ പുരോഗതിയിന്മേൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് എന്തേ? അപ്പോൾ അവർ പറയുന്നു എനിക്ക് ഇങ്ങനെയുള്ള. അപ്പോൾ കോടതി ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കൊണ്ടാണ് ആദ്യ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. വിശദമായ വാദം പിന്നീടായിരിക്കും. അപ്പോൾ ആദ്യം ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതിക്ക് ചോദിക്കേണ്ടതായ ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങളുണ്ട്. ഇത്തരം ചോദ്യങ്ങളിൽ കൂടിയാണ് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് കോടതി മഞ്ജുഷയ്ക്കെതിരാണെന്നുള്ളതിന് യാതൊരു, കോടതി സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണിത്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പല അർത്ഥങ്ങൾക്ക് ഇത് വ്യാഖ്യാനിച്ചെടുക്കാം, അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരും ഉണ്ടാവാം. പക്ഷെ കോടതിയുടെ ന്യായമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് വിശദമായ വാദമാണ്. കോടതി ഇപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് എത്തും. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ CBI വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് ഒരിക്കലും നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരാണ് കോടതി എന്ന് ഒരു കാരണവശാലും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും. കാരണം ഒരു വിഷയത്തിൽ 2 വാദവും കേൾക്കും കോടതി. എന്തുകൊണ്ട്? അതായത് ഇപ്പോൾ പ്രധാനമായും കഴിഞ്ഞ ദിവസം നൽകിയ ഹർജിയിൽ അക്കമിട്ട് പറയുകയാണ് ഇത് ആരോ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ CBI വരണമെന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് നടപടിയിൽ നടത്തിയ വീഴ്ചയെ കുറിച്ച് പറയുന്നു. തെളിവുകൾ ശേഖരിച്ചതിലുള്ള വീഴ്ചയെ പറ്റി പറയുന്നു. ദിവ്യ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ അക്കമിട്ട് മഞ്ജുഷ നിർത്തും ഓരോ കാര്യത്തിനും തിരിച്ചുള്ള ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. എന്തായിരിക്കാം ഈ 9-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല, അന്ന് ഉണ്ടാകാൻ പോകുന്ന തുടർവാദങ്ങളൊക്കെ തന്നെ എങ്ങനെയായിരിക്കാം എന്ന് ആദ്യ ഘട്ടത്തിൽ നമുക്ക് പറയാം. ശരിയായ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അത് സാധിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം സാധാരണ ജനങ്ങൾക്ക് പോലും ഇപ്പോൾ ഈ അന്വേഷണ പുരോഗതിയിന്മേൽ ചില സംശയങ്ങളുണ്ട്. മാത്രമല്ല, ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ പത്രം മനോരമ ഒരു വിവരാവശ്യം കൊടുത്തിരുന്നു. അന്വേഷണ പുരോഗതി ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ചോദ്യം നൽകിയിരുന്നത്. പക്ഷെ അതിന്മേൽ ഈ അന്വേഷണത്തിന്റെ പുരോഗതി പുറത്ത് വിവരാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയാൽ അത് അന്വേഷണത്തിന്റെ പുരോഗതിയെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്വേഷണം ശരിയായ രീതിയിലാണോ ഇല്ലയെന്ന മാധ്യമങ്ങൾക്ക് പോലും അറിയാനുള്ള ഒരു സാഹചര്യം നാട്ടിലില്ല. ഒരുപക്ഷെ അങ്ങനെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിലാണ് നടന്നു പോകുന്നതെങ്കിൽ അതുകൊണ്ടാണ് കോടതി ചോദിച്ചിട്ടുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ധൃതി പിടിച്ച് അത് തരേണ്ട ആവശ്യമില്ല, തരണം എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു അഫിഡവിറ്റ് ആണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കേസ് ഡയറി സമർപ്പിക്കണമെന്നല്ലേ? കേസ് ഡയറി, അതോടൊപ്പം ഒരു അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്വേഷണ പുരോഗതി ഏതളവിലെന്ന് ഇപ്പോൾ കോടതി നേരത്തെ പറഞ്ഞ 2-3 ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും അത് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റും. വിശദമായ വാദം നടക്കവേ കോടതിക്ക് ഇപ്പൊ ഇവർ പറഞ്ഞു ഈ അന്വേഷണത്തിൽ റിപ്പോർട്ട് തൃപ്തിയില്ല, ഇത് മെല്ലെ പോക്കാണ് സംഭവിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഇന്ന ആൾക്കാരെ പ്രതിപ്പട്ടിയെ ചേർത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്മേൽ ഈ അന്വേഷണ റിപ്പോർട്ടോടെ എത്തുമ്പോൾ, അഫിഡവിറ്റ് എത്തുമ്പോൾ കോടതിക്ക് ഒറ്റ നോട്ടത്തിന് കോടതിക്ക് മനസ്സിലാവും ഇവർ പറഞ്ഞതാണോ ശരി, മറ്റേ ഭാഗം പറഞ്ഞതാണോ ശരി. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞത് ശരിയല്ലാതെ കോടതിക്ക് ബോധ്യപ്പെടുന്ന നിമിഷമാണ് കോടതി അടുത്ത തീരുമാനത്തിലേക്ക് കടക്കുക. സ്വാഭാവികമായും അന്വേഷണ റിപ്പോർട്ട് പോലെ ഇവർ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ കൂടിയും കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പൊ കോടതിക്കും ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ CBI അന്വേഷണത്തിലേക്ക് തന്നെ കോടതി ഇതിനെ തള്ളി നീക്കിയേക്കാം. CBI അന്വേഷണം ഇന്ന് അതുമായി ബന്ധപ്പെട്ട CBIയുടെ കൂടി വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ, കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. സർക്കാരിന്റെ ഇടപെടൽ അതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇനി സാധാരണഗതിയിൽ CBIയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? ഒരു പക്ഷേ ഇനി ഈ കോടതി നൽകിയിരിക്കുന്ന നോട്ടീസിന്മേൽ വിശദീകരണം ഉണ്ടാകാനുള്ള സാധ്യതയാണോ? അവർ സമ്മതം മൂളുകയാണോ? അതെങ്ങനെയായിരിക്കും? CBIക്ക് ഒരുപാട് പരിമിതികളുണ്ട്. CBI അന്വേഷണത്തിന് ഒരുപാട് ചട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ CBI അന്വേഷണം കോടതി ആവശ്യപ്പെട്ടാൽ, ഇപ്പൊ അതല്ലെങ്കിൽ മറ്റു ചില രീതിയിലുള്ള അന്വേഷണം വേണമെന്ന് പോലും
കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും സംശയം കോടതിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെയും ചില ആവശ്യങ്ങൾ നിലവിലുണ്ട്. പക്ഷേ കോടതി ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് വരുന്നതോടുകൂടി CBI അന്വേഷണം പിന്നെ ഒരുപാട് നടപടിക്രമങ്ങൾ കൂടി കടന്നു പോകേണ്ടതാണ്. പക്ഷെ മുൻകാല സാഹചര്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ CBI അന്വേഷണത്തിന് കൃത്യമായ റിസൾട്ട് ഒന്നും ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ കേസിൽ തന്നെ ഏതാണ്ട് എല്ലാ തെളിവുകളും നശിപ്പിച്ചിട്ട്, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ മറ്റൊരു ടോക്കിൽ സംസാരിച്ചതുപോലെ തന്നെ, ഒരു രോഗം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്ന നിമിഷം വരെയും, രോഗം വല്ലാതെ കണ്ട് മൂർച്ഛിക്കുന്ന അവസ്ഥ വരെയും വച്ചുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മഞ്ജുഷ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം CBI വന്നിട്ട് എന്ത് കാര്യം, കംപ്ലീറ്റ് തെളിവുകൾ നശിപ്പിക്കുക. അതുകൊണ്ടാണ് ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് CBI അന്വേഷണം ഇത് കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ CBI വരവിനെ വളരെ ത്വരിതഗതിയാക്കുന്നതിനുള്ള സഹായം കോടതിയുടെ വാക്കുകളിൽ ഉണ്ടാകും. CBIയുടെ നിലപാട് തേടിയിരിക്കുന്നു കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഘട്ടത്തിൽ അപ്പോൾ CBIയുടെ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഒരു കേസ് ഇപ്പോ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ കുറവൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതെ, ഇതിനു മുൻപും മറ്റൊരു വിഷയത്തിൽ താല്പര്യമില്ലാത്ത രീതിയിൽ CBIയുടെ ഒരു ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്മേലുള്ള ഒരു തീരുമാനമാണ് കോടതി യോജിച്ചിരിക്കുന്നത്, നിലപാട് യോജിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇടപെടാൻ ഇവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും CBI ഒഫീഷ്യലായി തന്നെ മറുപടി കൊടുക്കും, സർക്കാർ കൊടുക്കും. അപ്പൊ അതിന്മേലുള്ള ഭാഗം അതിന്മേലും ഇനി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ കോടതിയിൽ CBI കഴിയില്ല എന്നൊരു നിലപാട് എടുക്കുന്നതെങ്കിൽ പിന്നെ മറ്റെന്ത് അന്വേഷണമാണ് അവിടെ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷെ അത് എത്ര കണ്ട് ഈ കേസിൽ അത് ഗുണകരമാകുമെന്നുള്ളതാണ്. ഇപ്പൊ CBI അന്വേഷണം വരുമ്പോൾ മാത്രമേ ചെറിയൊരു ഇളക്കം തട്ടാനുള്ള സാധ്യതയുള്ളൂ. മറ്റു അന്വേഷണങ്ങളൊക്കെ അത് അതിന്റെ വഴിക്ക് പോകും. ഒരു ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് എനിക്കത് വേണ്ടെന്നല്ല പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് സംശയാസ്പദമാണ്. എന്തായാലും കുറ്റപത്രം പ്രതിക്ക് നൽകരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു രീതിയിലേക്കും കാര്യങ്ങൾ എത്തുന്നു. മറ്റൊന്ന് പ്രധാനമായിട്ടുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചത്, എന്ത് കാരണത്തിലാണ് നിങ്ങൾ കൊലപാതകമാണെന്ന് പറയുന്നത് ഇതിനെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന് ചോദിക്കുന്നത്, ഈ ദിവ്യയ്ക്ക് അല്ലെങ്കിൽ പ്രതി എന്ന് പറയപ്പെടുന്ന ഈ ദിവ്യയ്ക്ക് രാഷ്ട്രീയ പശ്ചാത്തലമല്ലാതെ ഈ കേസ് അട്ടിമറിക്കാനുള്ള കഴിവ് മറ്റെന്തെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വളരെ ഈ കേസിന് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ശ്രീജ, നമുക്കിപ്പോൾ ആദ്യം നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ കോടതിക്ക് ഇപ്പോൾ നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലാകുന്ന ഒരു അന്വേഷണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ തന്നെ ഒരു കൊലപാതകം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് അന്വേഷിക്കില്ല, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആദ്യ നടപടി ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം, പ്രതിപ്പട്ടികയിൽ നമ്മുടെ പ്രശാന്തനെ ചേർക്കാത്തത്, ഈ കളക്ടറുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കാത്തത്, ഈ കളക്ടർക്ക് താഴെയുള്ളൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്, ഇതൊക്കെ വാസ്തവത്തിൽ സംശയം ജനിപ്പിക്കുന്നതാണ്. പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന ചില സംഭവവാസങ്ങൾ, താക്കോലിനെ ചൊല്ലിയുള്ള, പിന്നെ ഒരു വീഡിയോ ഫുട്ടേജസും അങ്ങനെ ഫുട്ടേജ് കിട്ടിയിട്ടില്ല. ഇദ്ദേഹം ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയോ ഇല്ലയോ ചോദിക്കും. അപ്പൊ അതൊന്നും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നമ്മൾ നേരത്തെ ഒരു ടോക്കിൽ നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം ഈ കളക്ടറെ വേദി അവിടെ ചേംബറിൽ പോയി കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇദ്ദേഹം. അപ്പൊ ചേംബറിൽ പോയി കണ്ടിരുന്നു നോക്കി കളക്ടറുടെ മുറിയിലേക്ക് കയറുന്നതിന് പെർമിഷൻ കൊടുക്കുന്നതല്ല, അവിടെ ഒരു പ്യൂൺ ആ ഒരു ക്ലാസ് 4 ജീവനക്കാരൻ ഉണ്ടാവും അവിടെ. അപ്പൊ അദ്ദേഹം ഒരു പക്ഷേ അവിടെ കയർത്തിട്ടൊക്കെ ഇവർ തമ്മിൽ ഒരു കയർക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഞാൻ പറയുന്ന അടിയന്തരമായി അദ്ദേഹത്തെ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാക്കണം. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം. പിന്നെ ഇദ്ദേഹം ഒരു മറുപടി പ്രസംഗം നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള വിഷയം. അപ്പൊ ഇതൊക്കെ സംശയാസ്പദമാണ്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ നവീന്റെ വക്കീലും കുടുംബവും അവർ ഒരുമിച്ചിരുന്ന് അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഏതളവിലാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാത്തതെന്ന് കോടതി ചോദിക്കുമ്പോൾ ഇതിന് കൃത്യമായ ഒരു മറുപടി ഇവർക്കുണ്ടാവണം, മറുഭാഗത്തിനും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കോടതി സ്വാഭാവികമായും CBI അത് കോടതിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് കോടതി CBIയോട് നിലപാട് അറിയിക്കാൻ പറഞ്ഞത്. ഇപ്പൊ നിലപാട് അനുകൂലമാണോ എങ്കിൽ കോടതി ഇവന് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇത് വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഒരു സത്യ അഫിഡവിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ കോടതിക്ക് വലിയ വാദങ്ങളൊന്നും ഇവിടെ നടക്കാൻ സാധ്യതയില്ല. ഇനി മറിച്ചാണെങ്കിൽ നമുക്ക് കോടതി ഒന്നും പറയാൻ കഴിയില്ല. നമ്മൾ നീതി തേടി എവിടെയാണ് പോകുന്നത്? നമുക്ക് അപ്പൊ നമ്മുടെ ഒരു ആശ്രയമാണ് കോടതി എന്ന് പറയുന്നത്. അവസാന ആശ്രയം കോടതിയാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഞാനെപ്പോഴും പറയുന്നത് കോടതി അവസാന ആശ്രയമായിക്കൂടാ. അതിനു മുമ്പ് നമ്മൾ ആശ്രയിക്കുന്ന മറ്റു പല വിഭാഗങ്ങളുണ്ട്, പോലീസുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കോടതി അവസാന ആശ്രയം. എല്ലാവരും കൂടി ഈ കോടതിയോട് ചെന്ന് കഴിഞ്ഞാൽ ബാഹുല്യം കൊണ്ട്
നടക്കാതെ പോകും. അപ്പോൾ ഈ ആദ്യ നമ്മുടെ ആശ്രയമായി നമ്മൾ കരുതുന്ന ഒരിടത്തു നിന്നും നമുക്ക് വേണ്ടപ്പെട്ട പരിഗണന ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കുടുംബം ഇന്നിപ്പോ കോടതിയിലേക്ക് കണ്ണീരോടുകൂടി എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ ബച്ചു കുര്യൻ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൃത്യമായ ഓരോ കാര്യങ്ങളും 100 ഇര കീറി പരിശോധിച്ച് കൃത്യമായ കാര്യങ്ങൾ എടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ സജി ചെറിയാന്റെ കേസ് പോലും അദ്ദേഹമാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഈ ചോദ്യങ്ങളുടെ ഒരു രീതികൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഇപ്പൊ പ്രവചിക്കാൻ കഴിയില്ല. എന്നിൽ പോലും ഈ മഞ്ജുഷ എന്ന് പറയുന്ന ആ ഭാര്യയ്ക്ക് ഒരു ആശ്വാസത്തിന് വകയുള്ള ദിവസമായിരിക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കാലം അത് ഒരു മറവിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിടും. പക്ഷെ കുടുംബത്തിൽ ഒരിക്കലും ഇത് മറവിയല്ല, മറക്കാൻ അവർക്ക് കഴിയില്ല. അവർ മറക്കുകയാണെങ്കിൽ ആ കുടുംബം ഈ മരണപ്പെട്ടു പോയ ആ കുടുംബനാഥനോട് കാണിക്കുന്ന വലിയ നീതി നിഷേധമാണ്. അതൊരിക്കലും സംഭവിക്കില്ല. അപ്പോൾ അവരൊരിക്കലും മറക്കില്ല, അവർ മറക്കില്ല. ഈ മുറിവ് അവർക്ക് ഉണങ്ങില്ല. മാധ്യമങ്ങളും നമ്മളും മറന്നു പോയിരിക്കാം, പക്ഷെ ഇതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ആ മുറിവുകൾ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഇപ്പോൾ തന്നെ അതിന്റെ സിംറ്റംസ് ലഭിച്ചിരിക്കുന്നു. ഈ കേസ് അട്ടിമറിക്കപ്പെടും, ഉറപ്പായും തന്നെ അട്ടിമറിക്കപ്പെടും. രാഷ്ട്രീയ സ്വാധീനമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പ്രതിപട്ടികയിൽ പേര് ചേർക്കാത്ത പലരും പ്രതി പട്ടികയിൽ മുൻപന്തിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്കും കൂടി ഉള്ള ഒരു ചേർത്ത് പിടിക്കലാണ് ദിവ്യയെ ചേർത്ത് പിടിക്കുന്നതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു പാർട്ടി കുടുംബം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഇലക്ഷൻ കഴിയുന്നവരെ ഈ കുടുംബം മിണ്ടിയില്ല. അവരൊരു പാർട്ടി കുടുംബമാണ്. ആ പാർട്ടി സ്നേഹം അവർക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ മറ്റവർക്ക് അതില്ല. അവിടെ പോയി നിന്ന് കരഞ്ഞ മന്ത്രിമാരും ഒക്കെ ഇതിന് മറുപടി പറയണം. എപ്പോഴും ആ മന്ത്രി രാജന്റെ കരച്ചിലോ വീണ ജോർജിന്റെ കരച്ചിലോ എനിക്കത് കണ്ടെടുത്ത ഒരു അനുഭവം തോന്നില്ല. കാരണം ഇവർ കേരളം മുഴുവൻ ഓടിയെന്ന് കരേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും ഒരു നാടക കമ്പനിയിൽ അഭിനയിക്കാൻ പോകുന്നതാണ് നല്ലത്. അതിനപ്പുറത്തേക്ക് ഇതെല്ലാം അഭിനേതാക്കളാണ്. അത് മറിച്ച് ഇവർ അഭിനേതാക്കളല്ല എന്ന് ഇവർക്ക് തെളിയിക്കണമെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. അല്ലാതെ നിങ്ങൾ എപ്പോഴും രണ്ട് വള്ളത്തിൽ കാലി ഒട്ടിക്കൊണ്ട് നിങ്ങൾ ആ കുടുംബത്തിന് കുറ്റം പറയുക, ചേർത്ത് നിർത്തുക, എന്നിട്ട് മറ്റതിനോടൊപ്പം അല്ലാന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക, എന്നിട്ട് ചേർത്ത് നിൽക്കുക. ഇതൊക്കെ വാസ്തവത്തിൽ വളരെ ദുരിതമാണ്. ഈ ദുരിതത്തിനിടയിലാണ്, ഈ കയത്തിനിടയിലാണ് ഈ സ്ത്രീ ഒരു നിർവാഹവുമില്ലാതെ കോടതിയിൽ പോയി കണ്ടത്. പോരാട്ടം തന്നെയാണ്. അതിനകത്ത് മാധ്യമങ്ങളും പൊതുസമൂഹവുമാണ് വാസ്തവത്തിൽ അവർക്ക് പിന്തുണ കൊടുക്കാനുള്ളത്. അല്ലാതെ അവർക്ക് ഈ പൊതുസമൂഹത്തിൽ നിന്നല്ല മറ്റൊരു പിന്തുണ അവർക്ക് ആകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഒരു സർക്കാർ സർവീസിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അവർ ഈ പോരാട്ടം നയിക്കുന്നത്. അപ്പൊ അത് എത്ര കണ്ട് ഫലവത്താകുമെന്നും അറിയാൻ സർവീസിൽ ഇപ്പോൾ ബാക്കി നിൽക്കുന്ന ഇപ്പൊ ഗീതയായാലും ശരി, ആരായാലും ശരി, ഈ റിപ്പോർട്ടുകൾ ആരിന്മേലാണോ ഇത് സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അവരൊക്കെ തന്നെയും സർക്കാരിന് അനുകൂലമായ ഒരു തീരുമാനമേ റിപ്പോർട്ടേ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ ആ സംവിധാനത്തിന്റെ ഭാഗമാണ്. മറിച്ചായാൽ നവീൻ ബാബു തെളിവാണ്. അതെ. ഇങ്ങനെ വരുന്ന ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും അടുത്ത മാസം ആദ്യവാരം എന്ന് പറയുന്നത് ഈ ഒരു കേസിന്റെ നിർണായക വഴിത്തിരിവിലേക്ക് കടക്കാനുള്ള സാധ്യത ഉള്ളതാണ്. ഒന്ന് CBI അന്വേഷണം വരുമോ ഇല്ലേ എന്നൊരു അന്തിമ തീരുമാനം അറിയാൻ സാധിക്കും. മറ്റൊന്ന് തെളിവുകളുമായി ബന്ധപ്പെട്ട് ഈ CJM കോടതി നൽകിയിരിക്കുന്ന ഹർജി 3-ാം തീയതി വരികയാണ്. അപ്പോൾ ഈ അടുത്ത മാസം ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കും. അത് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായി ഇത് CBI പക്ഷേ അനുകൂല നിലപാട് എടുത്തു കഴിഞ്ഞാൽ കോടതി ഉറപ്പായും CBI അന്വേഷണത്തിലേക്ക്. ഇനി CBI അന്വേഷണം വന്നു എന്ന് ഇരിക്കട്ടെ, നീതി ലഭിക്കുമെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ CBI അന്വേഷണം അതിലൂടെ കടമുള്ളവർ കടക്കാനുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇട്ടാവട്ടുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലം കേരളം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വലിയ തോതിൽ നമ്മുടെ ഭരണഘടനയുടെ 75-ാം വാർഷികത്തിന്റെ ദിനത്തിലാണ് ഇന്നലെ ഇവർ ഇതുമായിട്ട് മുന്നിട്ടിറങ്ങിയത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ഇപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ കോടതി മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണയാണ് മനുഷ്യന്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇത് CBI വന്നു കഴിഞ്ഞാൽ എത്ര കേസുകളിൽ ഇതുവരെ റിസൾട്ട് സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. CBI അന്വേഷണം വരണം. വന്നാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും അർത്ഥത്തിൽ, കാരണം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം തുടങ്ങി ഇദ്ദേഹത്തിന്റെ യാത്രയുടെ ഏരിയത്തിലുള്ള ഫുട്ടേജസ്, പിന്നെ ഒരു മാധ്യമം ഇടപെട്ടിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമാണ് അവിടെ ഇങ്ങനെ പോയി റെയിൽവേ സ്റ്റേഷൻ കൂടെ നടക്കുന്ന കാഴ്ച കൊണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഉത്തരവാദിത്തമുള്ളൊരു മാധ്യമമാണ്. നമ്മൾ മലയാളി വാർത്ത പോലും റെയിൽ പോലീസിനോട് ചോദിച്ചിരുന്നു, നമ്മളോട് പറഞ്ഞ വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ആർക്ക് വേണ്ടി എന്ന ചോദ്യങ്ങൾ ഇതെല്ലാം കോടതിക്ക് മുന്നിൽ വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് റിസൾട്ട് വന്നോ വരുന്നില്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. റിസൾട്ടിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കലാണ് ആദ്യ ആവശ്യം. അവിടെ പൊതുജന മധ്യേ തുറന്നു കാണിക്കപ്പെടണം ഈ ഭരണ സംവിധാനങ്ങൾ, ഈ പോലീസ് ഇത് ശരിയായ രീതിയിലല്ല നീങ്ങിയത്. നാളെ ഇവിടെ നവീൻ ബാബുമാരുണ്ടാവും. ഇവർക്ക് ഈ കുട്ടികൾ വീണ്ടും പഠിച്ച് ചിലപ്പോൾ ഒരു സംവിധാനത്തിന്റെ ഇതേ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് നോക്കാം. പിന്നെ ഒപ്പമുണ്ട് എന്ന് 1000 തവണ ആവർത്തിച്ച് പറയുന്നൊരു ഭരണ സംവിധാനമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അവര് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഇലക്ഷൻ വരെ ഒരു കാരണവശാലും ഒരർത്ഥത്തിലും
പിന്നെ ഈ കുടുംബം ഇടപെട്ടില്ല ഇതിനകത്ത്. പക്ഷെ ഇപ്പോൾ അവർക്ക് മറ്റു മാർഗങ്ങളില്ലാതെയാണ് ഇവർ വന്നിരിക്കുന്നത്. അതിന് കോടതി കൂടി ഇല്ല എങ്കിൽ നമുക്ക് നമ്മൾ എവിടെ ചെന്ന് കരയും. രാഷ്ട്രീയ അട്ടിമറിയല്ല എന്ന് വ്യക്തമാണ് അപ്പോൾ ഈ കാര്യത്തിൽ. അവർക്ക് വേണ്ടത് അവരുടെ സ്വന്തം അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഒക്കെ അല്ലെങ്കിൽ സാധാരണക്കാരായുള്ള വളരെ വ്യക്തമായി ജോലി ചെയ്തിരുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഇടപെട്ടിരുന്ന ഒരു മനുഷ്യജീവിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നീതിക്കാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇലക്ഷൻ സമയത്ത് ഇടപെടാതെ കൃത്യമായുള്ള കാര്യങ്ങൾ നീക്കിയത് ഇപ്പോൾ നീക്കുന്നത് എന്ന് വ്യക്തമാണ്. സർവീസ് കാലഘട്ടത്തിൽ ഒരിക്കലും തന്നെ ഒരു ഇത് കൈക്കൂലിക്കാരൻ ഇവര് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാളെ എപ്രകാരം കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കാം എന്നുള്ളതാണ്. ഒരു സർക്കാർ നാളെ നോക്കിയാൽ നിങ്ങൾ ഒരു സർക്കാർ സർവീസിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ വന്നു ചേരുന്ന ഇത്തരത്തിലുള്ള ഒരു ദുര്യോഗം, എന്നിട്ട് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുക എന്ന് പറയുന്നത്, അതും ഒരു കളക്ടർ, അദ്ദേഹത്തിന്റെ ചിരിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ആ വല്ലാത്തൊരു മാനസിക സംഘർഷം അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ തന്നോടൊപ്പം ജീവിച്ച ഒരു സ്ത്രീയോട്, തൻ്റെ മക്കളോട്, ആ മക്കളുടെ മുഖം ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതി വെക്കാതെ കടന്നു പോകാൻ തക്കവണ്ണം നവീൻ ബാബു ക്രൂരനാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ക്രൂരത നാട്ടുകാരെല്ലാം ഈയിടെ ജോലി സ്ഥലങ്ങളെല്ലാം എല്ലാവരും അനുഭവിച്ച് കാണേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കവേ ഒരു സൂയിസൈഡ് നോട്ടെങ്കിലും ഉണ്ടാവണം. എല്ലാ കഥുമൊക്കെ തുറന്നിട്ട് ഒരു ഗ്രൗണ്ടിൽ നിന്ന് ആത്മഹത്യ എന്ന് പറയുക, പോലീസ് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് FIR ഇടുക, ആത്മഹത്യ എന്ന നിഗമനത്തിൽ അന്വേഷണം തുടങ്ങുക. ഇതൊക്കെയാണ് കോടതി ചോദിച്ചത്. ഇപ്പോൾ കോടതിയിൽ നവീൻ ബാബുവിന് കുടുംബം ചോദ്യം ചെയ്തത്. ഇതിന്മേൽ കൃത്യമായ ഒരു അന്വേഷണം, CBI അന്വേഷണം വരാതിരുന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നിയമ സംവിധാനത്തിൽ നാളെ ജനങ്ങൾക്ക് സർക്കാർ സർവീസിലേക്ക് പോലും ആൾക്കാർ വരാൻ പഠിക്കും. തീർച്ചയായിട്ടും വല്ലാതെ പിന്നെ അരുങ്കൊല ചെയ്യപ്പെടും. അരുങ്കൊല ചില വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അരുങ്കൊല ചെയ്യപ്പെടുമെന്ന് ആൾക്കാർക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ സർവീസിലേക്ക് ആൾക്കാർ ഈ പോലീസ് ക്യാമ്പിൽ ഉണ്ടാകുന്ന പ്രഷർ പേടിച്ച് പലരും പോലീസ് ആകാൻ പോലും ഭയപ്പെടുന്നവരുണ്ട്. അതുപോലെ ആയിരിക്കും ഒരുപക്ഷെ സർക്കാർ ജോലിയിലേക്ക് പോലും വരാൻ ഭയപ്പെടുന്ന ഒരുപാട് പോലീസുകാർ ആത്മഹത്യ, ഏറ്റവും കൂടുതൽ പോലീസുകാർ ആത്മഹത്യ. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ദയനീയമായി, ഇപ്പൊ ഇന്ന് രാവിലെ ഒരു വാർത്ത ദയനീയമായി കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ലോറി പാഞ്ഞു കയറി, അതിലേറെ ദയനീയമായ എറണാകുളത്ത് സംശയാസ്പദമായി കണ്ട ഒരു മദ്യശാലയ്ക്ക് മുന്നിലെങ്ങാണ്ട് കാണി രാത്രി 2 മണിക്കോ കണ്ടാണ് പോലീസുകാർ. ആ പോലീസ് അന്ന് കുത്തേറ്റു. അത് ഒരു ആയുധം പോലും ഇല്ലാതെയാണ് നമ്മുടെ സുരക്ഷയ്ക്ക് ഉറങ്ങാതെ ഒരു പോലീസ് വേണ്ടി ഇങ്ങനെ റോന്ത് ചുറ്റുന്നത്. നമുക്ക് പോലീസുകാരെ കുറിച്ച് പരാതിയാണ്. പക്ഷെ ഒന്നാലും ചോദിക്കുക, എന്റെയും നിങ്ങളുടെയും വീട്ടിലെ സഹോദരനോ അച്ഛനോ ഒക്കെ ആയിരിക്കും അവർ ഇവർക്ക് തിരിഞ്ഞു നോക്കാനില്ല. ഈ പ്രതിപ്പട്ടിയിലുള്ളവർക്ക് ആർക്കും തിരിഞ്ഞു നോക്കാനില്ല. ഇവർ കഠാര കീറ്റിട്ട് പോയി. അപ്പൊ ഇതാണ് പോലീസിന്റെ അവസ്ഥ. കഴിഞ്ഞ ദിവസം ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ ശബരിമലയിലെ 18ാം പടിയിൽ ഉണ്ടായിരുന്ന ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് കോടതി കൃത്യമായ ഒരു നിരീക്ഷണം പറഞ്ഞിരുന്നു. ശബരിമലയിൽ പോലീസ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അഭിനന്ദാർഹമാണ്. പക്ഷെ ഇത്തരം പ്രവൃത്തികൾ അത് വെച്ച് പൊറപ്പിക്കാൻ കഴിയില്ല. അത് അതിന്റെ ഒന്ന് 18ാം പടിയിൽ ഇരുമുടിക്കെട്ടില്ലാതെ നിൽക്കരുത് എന്നുള്ളത് നമുക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ള വരെ അപ്പോൾ നിൽക്കരുത് എന്നുള്ളത് ആ അടിസ്ഥാനപരമായ കാര്യത്തിൽ പോലും അവര് പിന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ ഇരുമുടിക്കെട്ടില്ലാതെ ഈ പടിക്കെട്ടുകളിൽ കയറരുത് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ വിശ്വാസം ഇല്ല. നിങ്ങൾ വിശ്വാസം ഇല്ലാത്ത ഒരാൾ എന്തിന് മറ്റൊരുവിന്റെ വിശ്വാസത്തെ ഹനിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇപ്പോ നടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നതാണ് വിശ്വാസം, ഞങ്ങൾ പറയുന്നതാണ് പിന്നെ ആചാരം, പൂജിക്കേണ്ടത് ഞങ്ങളെയാണ്, തൊഴേണ്ടത് ഞങ്ങളെയാണ് എന്ന് പറയുന്ന ദൈവവിശ്വാസം. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ദൈവവിശ്വാസികളല്ല എന്ന് നടിക്കുന്നവർക്ക്, വിശ്വാസികളല്ല എന്ന് നടിക്കുന്നവരിൽ മേൽ വിശ്വാസം ഏൽപ്പിച്ച ഭരണ സംവിധാനമാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുതൽക്കൊണ്ടായത്. അപ്പൊ ഈ അവിശ്വാസികളിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു പ്രത്യേക ഇടമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെയും ചോദ്യം ചെയ്യുന്ന ഇവരെല്ലാം വിശ്വാസികളാണ് കേട്ടോ. അത് വേറെ ആവശ്യം വരും, എല്ലാവരും വിശ്വാസികളാണ്. പക്ഷെ എങ്കിൽ പോലും അതിന്റെയൊക്കെ ഫലങ്ങൾ കൂടിയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് പറയുന്നത് നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് മാറിപ്പോകുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് അടുത്ത മാസം ആദ്യ വാരങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു കോടതിയിൽ നിന്നുണ്ടാകുന്ന നടപടികൾ ഒരു പക്ഷേ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഗുണപരമായി മാറാൻ കഴിയട്ടെ. നമുക്ക് കാത്തിരുന്ന്